ലോകമെമ്പാടും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി തലയുയർത്തി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പക്ഷേ ആ കൂറ്റൻ പ്രതിമ കൺമുന്നിൽ തകർന്നു വീഴുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ആ കാഴ്ച ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷേ അത് സംഭവിച്ചത് ന്യൂയോർക്കിലല്ല, മറിച്ച് ബ്രസീലിലാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ച ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശക്തമായ കാറ്റിൽ ആടിയുലയുന്ന കൂറ്റൻ പ്രതിമ. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ അത് നിലത്തേക്ക് പതിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇതിന്റെ പിന്നിലെ ചരിത്രവും കാരണങ്ങളും നമുക്ക് പരിശോധിക്കാം. ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോ സുള്ളിലെ ഗ്വായിബ നഗരത്തിലാണ് ഈ സംഭവം നടന്നത്. ഹവാൻ എന്ന പ്രശസ്തമായ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ശൃംഖലയുടെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി മാതൃകയാണ് തകർന്നു വീണത്. ഏകദേശം 40 മീറ്ററിലധികം ഉയരമുണ്ടായിരുന്നു ഈ കൂറ്റൻ നിർമ്മിതിക്ക്. ശരിക്കുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അതേ രൂപത്തിൽ നിർമ്മിച്ച ഈ പ്രതിമ ആ പ്രദേശത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. എങ്ങനെയാണ് ഇത്രയും വലിയൊരു നിർമ്മിതി തകർന്നു വീണത്? ഉത്തരം പ്രകൃതിയുടെ ശക്തി തന്നെയാണ്. അന്ന് അവിടെ വീശിയടിച്ച അതിശക്തമായ കൊടുങ്കാറ്റാണ് വില്ലനായത്. മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിലായിരുന്നു കാറ്റ് വീശിയടിച്ചത്. ആ പ്രദേശത്തുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ പ്രതിമയുടെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടുകയും കാറ്റിന്റെ ശക്തി താങ്ങാനാവാതെ അത് റോഡിലേക്ക് തകർന്നു വീഴുകയുമായിരുന്നു. പലരും തെറ്റിദ്ധരിച്ചേക്കാം ഇത് അമേരിക്കയിലെ ഒറിജിനൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണെന്ന്. എന്നാൽ ഇത് ഹവാൻ ഗ്രൂപ്പ് തങ്ങളുടെ സ്റ്റോറുകൾക്ക് മുന്നിൽ സ്ഥാപിക്കുന്ന മാതൃകകൾ മാത്രമാണ്. ബ്രസീലിലെ പല നഗരങ്ങളിലും ഇവർക്ക് ഇത്തരം പ്രതിമകളുണ്ട്. 2020 വർഷത്തിൽ പണി കഴിപ്പിച്ച ഈ പ്രതിമയ്ക്ക് പ്രകൃതിയുടെ ഈ താണ്ഡവത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ഭാഗ്യവശാൽ ഈ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. മനുഷ്യൻ എത്ര വലിയ ഗോപുരങ്ങൾ പണിതാലും പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ അതെല്ലാം നിസ്സാരമാണെന്ന് ഈ കാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ബ്രസീലിലെ ഈ വീഴ്ച നിർമ്മാണ മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്.